പ്രിയപ്പെട്ട സമയം 9:15 ഇനിയിപ്പോൾ അന്തർദേശീയ വാർത്തകളുടെ സമയമാണ്. പി ജെയിംസ് സമയമാണ്. വെൽക്കം സാർ, പി ജെയിംസ്. വെൽക്കം. താങ്ക് യു ഹാഷ്മി, ക്രിസ്റ്റീന. ജെയിംസ് സാർ, എന്തായാലും ഈ ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭദായകമല്ലല്ലോ. ഒരുപാട് മരണങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ട്, ആക്രമണങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ട്, കൂട്ടക്കുഴിമാടത്തിൽ മൃതദേഹ ശരീരങ്ങൾ കണ്ടെടുത്ത വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ സഹായം ഇസ്രായേലിന് എത്തിക്കാൻ അമേരിക്ക വരുന്നു എന്ന വാർത്തയും ഉണ്ടല്ലോ. ക്രിസ്റ്റീന പറഞ്ഞ പോലെ സങ്കടകരമായ വാർത്തകൾ തന്നെയാണ് ഗസയിൽ നിന്ന് വരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന്റെ ശക്തി കൂട്ടിയിരിക്കുന്നു. റഫയിലേക്ക് ഓൾ ഔട്ട് അറ്റാക്ക് നടന്നിട്ടില്ലെങ്കിലും റഫയുടെ ചില ഭാഗങ്ങളിൽ ബോംബാക്രമണം ഒരു സാമ്പിൾ എന്ന പോലെ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഇപ്പോൾ തന്നെ ഈ 24 മണിക്കൂറിനുള്ളിൽ 50-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ 18 പേർ കുഞ്ഞുങ്ങളാണ്. അത് വല്ലാതെ വേദന, നമ്മുടെയൊക്കെ വേദനയിൽ ആഴ്ത്തുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റഫയിൽ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും കൂസാതെ നേരിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക്, ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോയില്ലെങ്കിലും കുറേശ്ശെ റഫയിലേക്ക് ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 3 വീടുകളുടെ നേരെയാണ് ആക്രമണം നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാർ താമസിക്കുന്നു എന്നറിയാം. 13 കൊച്ചു കുട്ടികൾ, 2 സ്ത്രീകൾ, അതിലൊരു ഗർഭിണി കൊല്ലപ്പെട്ടു. ആ ഗർഭിണിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ ഗർഭിണിയായ സ്ത്രീ മരിച്ചു. ഇങ്ങനെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗസയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി 6.5 മാസത്തോളം എത്തുമ്പോൾ ഇങ്ങനെയുള്ള ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഖാൻ യൂനിസിലാണ്, തെക്കൻ ഗസയിൽ. അവിടുത്തെ നാസർ ആശുപത്രിയിലെ കോംപ്ലക്സിൽ അവിടുന്ന് ഇസ്രായേലി സൈന്യം ഖാൻ യൂനിസിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം നടത്തിയ തെരച്ചിലിൽ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 200-ലേറെ മൃതശരീരങ്ങളടക്കിയ കൂട്ടക്കുഴിമാടം. ഇന്നലെ 50-ലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് 200-ലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. അതിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തയുണ്ട്. ആര് മരിച്ചാലും സങ്കടകരമാണ്. പക്ഷേ സ്ത്രീകളും കുട്ടികളും ഒരു യുദ്ധത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഖാൻ യൂനിസിൽ കഴിഞ്ഞ ഒരു 6 മാസം ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന സ്ഥലമാണ്. അവിടെ ഇസ്രായേലിൻ്റെ പിടിയിലായിരുന്നു. അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നില്ലായിരുന്നു. ഇസ്രായേൽ സൈന്യം വിട്ടുപോയതിനു ശേഷം 10,000-കണക്കിന് ആൾക്കാർ ഖാൻ യൂനിസിലേക്കും തെക്കൻ ഗസയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ബുൾഡോസറുകൾ വെച്ച് തകർത്ത് കളഞ്ഞു. അവർക്ക് ജീവിക്കാൻ വഴിയില്ല, തെരുവിലാണ് തങ്ങുന്നത്, ഭക്ഷണമില്ല, പട്ടിണിയാണ്, രോഗമാണ്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ആശുപത്രികളെല്ലാം പൂട്ടിയ അവസ്ഥയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 500 പേരെ അവിടെ കാണാതായിട്ടുണ്ട്. 200-ലേറെ പേരുടെ കൂട്ടക്കുഴിമാടം കണ്ടെത്തുമ്പോൾ ഇസ്രായേൽ സൈന്യം കാണിച്ച ക്രൂരതയുടെ ചിത്രം കൂടിയാണ് വെളിവാകുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇതുപോലെ തന്നെ കാണിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും അവർ റഷ്യൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ ഇതുപോലെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം തൽക്കാലം ഒഴിവായെങ്കിലും ഹമാസും ഹെസ്ബുള്ള ലെബനനിൽ നിന്നും ഹൂതികൾ യമനിൽ നിന്നൊക്കെയുള്ള പോരാട്ടം ഇസ്രായേലുമായി തുടരുകയാണ്. ക്രിസ്റ്റീന, ഹാഷ്മി. എന്തായാലും നരഹത്യ തുടരുന്നു, ഒരു മയവുമില്ല, അതൊരു മര്യാദയും ദയാരഹിതം ഇസ്രായേൽ. ജെയിംസ്, അവിടെ നമ്മൾ ഈ മാലദ്വീപിലേക്ക് പോയാൽ അവിടുത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൊയ്സുവിൻ്റെ പാർട്ടിക്ക് വിജയമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ അനുകൂലികളായ പ്രതിപക്ഷ പാർട്ടിക്ക് പരാജയം എന്ന് പറഞ്ഞാൽ ചൈന പിടിമുറുക്കുന്നു എന്നുകൂടി ആ വാർത്തയ്ക്ക് അർത്ഥമില്ലേ ജെയിംസ്? തീർച്ചയായിട്ടും ഹാഷ്മി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ വാർത്തയല്ല മാലദ്വീപിൽ നിന്ന് വരുന്നത്. മാലദ്വീപിൽ ഇന്നലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. 90 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 67 സീറ്റുകളിൽ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ പാർട്ടി വിജയത്തിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിപക്ഷം അവിടുത്തെ മാൽഡീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് പ്രതിപക്ഷം. അവർ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു. പക്ഷെ അവർക്ക് 12 സീറ്റേ ലഭിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് 4-5 സീറ്റുകളുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻസിനാണ് സീറ്റുള്ളത്. അപ്പോൾ എന്തായാലും മുഹമ്മദ് മൊയ്സു അദ്ദേഹം അറിയപ്പെടുന്ന ചൈനീസ് അനുകൂലിയാണ്. അധികാരത്തിലെത്തിയ ഉടനെ ഇന്ത്യ സന്ദർശിക്കുന്ന പതിവ് തെറ്റിച്ചുകൊണ്ട് ചൈനയിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് വന്നത്. ഇന്ത്യയിൽ നിന്ന് ഈ മെയ് ആദ്യവാരത്തോടുകൂടി മുഴുവൻ സൈനികരെയും പിൻവലിക്കുകയാണ്. ചൈനയുടെ, തുർക്കിയുടെയൊക്കെ പിന്തുണയിലായിരിക്കും ഇനി അവരവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ മൊയ്സുവിന് വിജയമുണ്ടായിരിക്കുന്നു, ചൈനയ്ക്ക് വിജയമുണ്ടായിരിക്കുന്നു, ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു.
ജെയിംസ്, അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ മിസൈൽ പദ്ധതിക്ക് സഹായം നൽകിയ 3 കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയെന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ഒന്നൊരു ബെലാറസ് കമ്പനിയാണ്, അതേപോലെ തന്നെ 2 ചൈനീസ് കമ്പനികളും. ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്ന രീതിയിൽ കണക്കാക്കാനാകുമോ? തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബെലാറൂഷ്യൻ സർക്കാർ. നമുക്കറിയാം, അലക്സാണ്ടർ ലുക്കാഷെങ്കോയുടെ രാജ്യമാണ്, റഷ്യയുടെ ഏറ്റവും വലിയ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. അവിടെ നിന്നും 3 ചൈനീസ് കമ്പനികളിൽ നിന്നുമാണ് അവർക്ക് ഈ മിസൈൽ പ്രോജക്റ്റിന് പണവും സഹായവും ലഭിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ലഭിക്കുന്ന ഈ സഹായത്തെക്കുറിച്ച് ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എല്ലാ സമയത്തും പാകിസ്ഥാന് പ്രോജക്റ്റുകൾ, ഈവൻ ആണവ കാര്യങ്ങളിൽ വരെ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് അറിയുന്നത്. അവിടെ ഗുദാർ പോർട്ട് കൊണ്ടുവന്നു, സാമ്പത്തിക ഇടനാഴി കൊണ്ടുവന്നു. വലിയ രീതിയിലുള്ള വികസനങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കുന്നത് ചൈനയാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ എല്ലാ കാലത്തും, അത് 1962 യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം മുതൽ തുടർന്ന് അങ്ങോട്ട് ചൈനയും പാകിസ്ഥാനും ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ ബെലാറൂഷ്യൻ സഹായം കൂടി വെച്ച് ഇവർ മുന്നേറുമ്പോഴാണ് അമേരിക്കയുടെ ഉപരോധം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ അമേരിക്കയുമായി നല്ല ബന്ധമുണ്ട് ഇപ്പോൾ, പക്ഷെ അതെല്ലാം അതിലംഘിച്ചുകൊണ്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ 3 ചൈനീസ് കമ്പനികൾക്കും അതുപോലെ തന്നെ ബെലാറൂഷ്യൻ കമ്പനിക്ക്. അതിന് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ മിസൈൽ പ്രോജക്റ്റിന് സഹായം കൊടുത്തു എന്നുള്ള പേരിലാണ്. പാകിസ്ഥാന് വല്ലാത്ത തിരിച്ചടിയാണത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായ വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ വളരെ തന്ത്രപരമായി നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് വിജയിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. താങ്ക് യു ജെയിംസ്. താങ്ക് യു. താങ്ക് യു.